നമ്മളിൽ ഭൂരിഭാഗം ആളുകളും പഴനിമലയിൽ പോയിട്ടുണ്ടാകും അല്ലെ. പഴനിമല പോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രധാന മുരുകക്ഷേത്രമാണ് മരുതമല അഥവാ മരുതമലൈ. ഇന്ന് നമ്മുടെ യാത്ര ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ദൂരത്തിലാണ് മരുതമല സ്ഥിതി ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ യാത്ര. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. മരുതമലയുടെ താഴെയുള്ള ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിനടുത്ത് കാറും പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വള വേണ ചേച്ചി എന്നൊരു വിളി. നോക്കുമ്പോൾ നിറയെ കുപ്പിവള. അത് കണ്ട് നൊസ്റ്റു അടിച്ച് ഈ സുന്ദരിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് 2 കുപ്പിവളയും വാങ്ങി. ആള് ഭയങ്കര നാണക്കാരിയാണ് കേട്ടോ. താഴെ ഗാന്ധിപുരം ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് മരുതമല ബസ് സ്റ്റോപ്പ് വരെയുള്ള ബസ് സൗകര്യമുണ്ട്. ഇത് മരുതമല സന്ദർശിക്കുന്നവർക്കുള്ള സ്പെഷ്യൽ സർവീസ് ആണ്. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. പടികൾ കയറി നടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പോകാം. ഏകദേശം 830 കരിങ്കൽ പടികൾ കയറിയാണ് ദണ്ഡായുധപാണിയായ മുരുകന്റെ നടയിലേക്ക് എത്തേണ്ടത്. ബസ് കുന്നു കയറിയാണ് പോകുന്നത്. ഇരുവശവുമുള്ള കാടിന്റെ കാഴ്ചകൾ ആസ്വദിച്ച് 5-10 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മരുതമലയുടെ താഴെ എത്തി. ക്ലോക്ക് റൂമിൽ ചെരുപ്പുകൾ ഏൽപ്പിച്ച് ഞങ്ങൾ മരുതമലയുടെ പടികൾ കയറി. ഇവിടെ ആദിമൂലസ്വാമി, ആദിമുരുകൻ, മുരുകൻ കോവിലുകളിൽ വെവ്വേറെയാണ് ദർശനം നടത്തേണ്ടത് എന്ന പ്രത്യേകതയുമുണ്ട്. ഈ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ കണ്ണിനും മനസ്സിനും കുളിർമയും ശരീരത്തിന് ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടം സന്ദർശിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയുക. അതുതന്നെയാവും അരുൾമികു തിരുമുരുകൻ തിരുക്കോവിൽ എന്നു പേരുള്ള ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം തമിഴ് മക്കളുടെ ഹൃദയത്തിലേക്ക് ചേർന്നു നിൽക്കുന്നത്. അതിരാവിലെയും സന്ധ്യയ്ക്കുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളായ ആരതിയും മറ്റും നടക്കുന്നത്. കഴിയുമെങ്കിൽ ആ സമയങ്ങളിൽ സന്ദർശനം നടത്തുന്നതാണ് നല്ലത്. ക്ഷേത്രത്തിൽ അങ്ങിങ്ങായി പ്രസാദ കൗണ്ടറുകളും കാണാം. നിശ്ചിത സമയങ്ങളിൽ ഭക്തർക്ക് അന്നദാനം നടത്തുന്നുണ്ട്. തമിഴ്നാടിന്റെ പരമ്പരാഗത ഭക്ഷണമായ വിവിധ തരം സാദങ്ങളും പുളിയോദരയുമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അങ്ങനെ മുരുകന്റെ 7ാം ഭവനം എന്നറിയപ്പെടുന്ന മരുതമലൈ ക്ഷേത്രത്തിൽ ദർശനവും കഴിഞ്ഞ് പഞ്ചാമൃതവും വാങ്ങി ഞങ്ങൾ തിരിച്ച് ബസ് കയറുന്നതിനായി ക്ഷേത്രത്തിന്റെ പ്രവേശന ഭാഗത്തേക്ക് വന്നു. മരുതമല ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കേട്ടല്ലോ.
ഇത് ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന പുണ്യസ്ഥലം തന്നെയാണ്. അപ്പോ വ്യത്യസ്തമായ മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായി ഉടനെ കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ബൈ.